അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കാവിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി.കെ. സൈനബ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് പി.കെ. സൈനബ പറഞ്ഞു. മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുക, അതിനൊരു വാതായനമായി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഫ്ഗാനെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം കേണൽ ഖദ്ദാഫിയുടെ ലിബിയ ആയാലും അതുപോലെ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളായാലും അവിടെയൊക്കെ തന്നെയുള്ള എണ്ണ ശേഖരങ്ങൾ അത് തങ്ങളുടെ കൈപ്പിടികളിലേക്ക് ഒതുക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ബോംബുണ്ട്, അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളെ, അത് സദ്ദാം ഹുസൈനെ ആയാലും കേണൽ ഖദ്ദാഫിയെ ആയാലും ഒക്കെ മുദ്ര കുത്തിക്കൊണ്ട് അവിടുത്തെ എണ്ണയിൽ കണ്ണു നട്ടുകൊണ്ടാണ് ആ രാജ്യത്തെ ഭരണാധികാരികളെ കൊന്ന് അവരെ തൂക്കിക്കൊല്ലുകയും അതുപോലെ മറ്റു രീതിയിലേക്കൊക്കെ തന്നെ ആ രാജ്യത്തെ അത് ശിഥിലീകരിക്കപ്പെടുകയും ചെയ്യുന്ന വിധത്തിലേക്ക്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 14ാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി.സി. സുബൈദ അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, സംസ്ഥാന ട്രഷറർ ഇ. പത്മാവതി, സംഘടനാ സ്ഥാപക നേതാവ് സുശീല ഗോപാലിന്റെ മകൾ കെ. ലൈല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബീന വിജയൻ, ബേബി ബാലകൃഷ്ണൻ, പി. ശ്യാമളാദേവി, എ. പി. ഉഷ, ജില്ലാ സെക്രട്ടറി എം. സുമതി, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം വി. പി. ജാനകി, സംഘാടക സമിതി ചെയർമാൻ കെ. വി. ജനാർദ്ദനൻ, കൺവീനർ പി. പി. പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു. വിവിധ ഏരിയകളിൽ നിന്നായി 269 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം എന്നിവയും അവതരിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി.സി. സുബൈദ പതാക ഉയർത്തി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ.